അതാണ്ട് നമ്മുടെ ആമ്പൽക്കുളത്തിൽ നിന്ന് ആമ്പൽത്തൈ കണ്ടോ, ആമ്പൽത്തൈ ഇത് കണ്ടോ, ആമ്പൽത്തൈ. അത് ഇതിനകത്ത് കണ്ട് നമ്മുടെ ഈ തണ്ടില്ലേ, നമ്മുടെ ഈ തണ്ട് ആമ്പലിൻ്റെ ഇല കട്ട് ചെയ്ത തണ്ടില്ലേ, ആ തണ്ടിനകത്ത് കണ്ടോ ആമ്പൽത്തൈ ഉണ്ടായിരിക്കുന്നത് കണ്ടോ. തണ്ട് കട്ട് ചെയ്ത് തണ്ട് ഇതുപോലെ നമ്മൾ തണ്ട് വേസ്റ്റ് തണ്ട് കണ്ടിച്ച് കളഞ്ഞപ്പം അതിനകത്ത് ഉണ്ടായതാണേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഇതാണ്ട് ചെറിയ ആമ്പൽത്തൈ കണ്ട് കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി അത് ഇറക്കി വേറെ എന്തെങ്കിലും നടണേ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തുള്ള അസോള ഉണ്ടല്ലോ, അസോള ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞാൻ വാരി ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കോഴിക്കൊക്കെ കൊടുക്കുമെന്ന് ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഇത് കോഴിക്കൊക്കെ കൊടുക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കോഴിയൊന്നും ഇല്ല, എനിക്ക് അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ തരാം. അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിനകത്ത് നമ്മളൊരു വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അതിനകത്ത് വാരിയിട്ടുണ്ട്. അത് ഭംഗിയുണ്ട്, നല്ല രീതിയിൽ കിടക്കുന്ന നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അടുത്തൊരു ചെടിയും കൂടെ ഉണ്ട്. ഇത് നേരത്തെയും കൊടുത്തതാണ്. ഇത് ഒരു പായ പോലൊരു ചെടിയാണ്. അത് വെള്ളത്തിലിട്ടാൽ ഒത്തിരി ഉണ്ട് കറി കടന്നുകൊണ്ട്. ഇത് വേറൊരു പാത്രമോടെ ഉണ്ടെങ്കിൽ നമുക്കത് പകർത്തി വെക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ആമ്പൽത്തൈ നമുക്ക് തന്നെ നമ്മുടെ ആമ്പൽക്കുളത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലൊരു തൈയാണ് ഞാൻ കവറിനകത്ത് ഞാൻ നട്ട് ആമ്പൽക്കുളം പോലെ ഉണ്ടാക്കി നട്ടത്. ഇതുപോലൊരു തൈ, അതിനകത്താണ് പൂ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇട്ടേക്കാം. നമുക്ക് ഒരു പാത്രം മേടിച്ചോ, ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വേസ്റ്റ് മേടിച്ചാൽ നമുക്കതിനകത്ത് ഇടാം. ഈ വേസ്റ്റായ പാത്രത്തിലായാലും മതി. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ.